മാറി നിൽക്കുക. ഒരുത്തന്റെ പ്രമാണം രാത്രിയിൽ അവൻ കടം വാങ്ങിച്ച പൈസ തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ പിന്നെ രാത്രി തന്നെ ആ പ്രമാണം അങ്ങ് തിരികെ കൊടുക്കാന്ന് വിചാരിച്ചു. ഒന്നും വെച്ച് താമസിപ്പിക്കുന്നത് ഷൺമുഖൻ ഇഷ്ടമല്ല. പേടിച്ച് പ്രാണം പോയി. ഇതിലും ഭേദം ഞങ്ങളെ അങ്ങ് കൊല്ലുന്നതാ. ഇന്നിപ്പോ അച്ഛനുണ്ട്, നാളെ ഒരു പക്ഷേ അച്ഛനില്ലാത്തപ്പോ അയാൾ കേറി വന്ന. ഏയ്, മക്കളെന്തിനാ പേടിക്കുന്നേ? അച്ഛനെവിടെ പോവാനാ? നിങ്ങൾ പോയി ഉറങ്ങിക്കോ. ചെല്ല്. പിന്നെ ഉള്ളിലൊരു മുറി അടച്ചിട്ടിട്ടുണ്ട്. അതെനിക്ക് ഉപയോഗിക്കാനുള്ളതാ. എനിക്ക് തോന്നുമ്പോ വരികയും പോവുകയും ചെയ്യും. ചിലപ്പോ അവിടെ ഇരുന്ന് മദ്യപിക്കും, കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അപ്പൊ പിന്നെ ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്, മനസ്സിലായോ? അല്ലടാ ആനന്ദേ, സിംഗപ്പൂർ ഫംഗ്ഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫംഗ്ഷനൊക്കെ ഗ്രാൻഡ് ആയിരുന്നു. ഒരേ ഒരു കുറവേ എനിക്ക് തോന്നിയുള്ളൂ. കല്യാണിയില്ലാത്ത കുറവായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. കല്യാണിയും കൂടി ആ ഫംഗ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗംഭീരമായനെ. ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല, എല്ലാവരുടെയും മൊത്തത്തിലുള്ള അഭിപ്രായമാണ്. ആഹാ, കല്യാണിക്ക് ഇങ്ങനൊരു പോപ്പുലാരിറ്റി കിട്ടാൻ നീയാണ് കാരണക്കാരൻ. ഇതൊക്കെ ഓരോരുത്തരുടെ കഴിവല്ലേ, ഞാനാര്? അത് ശരിയാ, പക്ഷെ ആ കഴിവ് കൂടിക്കൂടി കുഴിയിലാവുകയാണ് പലരുടെയും രീതി. കല്യാണി അങ്ങനെ ആവാതിരിക്കാൻ നീ വേണം ശ്രദ്ധിക്കാൻ. അല്ല, അവൾക്ക് നീ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ലേ അവിടുന്ന്? വാങ്ങി ഡിക്കിയിൽ ഇരിപ്പുണ്ട്. സത്യം പറഞ്ഞ കല്യാണിയെ സിംഗപ്പൂരൊക്കെ ചുറ്റിക്കാണിച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുത്ത് കൊണ്ടുവരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. മൈ ബാഡ് ലക്ക്. അവസാന സമയത്ത് കല്യാണിക്ക് സിംഗപ്പൂരിൽ വരാൻ പറ്റാതായിപ്പോയി. കല്യാണിയെ കൂടെ സിംഗപ്പൂരിൽ കൊണ്ടുപോകാൻ പറ്റാത്തതിൽ നിനക്ക് വലിയ വിഷമമുണ്ടെന്ന് തോന്നല്ലോ. തീർച്ചയായിട്ടും. കല്യാണിയെ പോലെ ഗ്രാമത്തിൽ വളർന്നൊരു പെണ്ണിന് സിംഗപ്പൂരിൽ പോകാന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമല്ലടാ. അത് സാധിച്ചു കൊടുക്കാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അതാലോചിച്ച് എനിക്ക് ആ ഫംഗ്ഷനിൽ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല. ആഹാ, ലക്ഷണം കണ്ടിട്ട് ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറി തിരിച്ചു വരുന്നത് വരെ നിനക്ക് കല്യാണിയെ കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു തോന്നല്ലോ. കറക്റ്റ്, അതല്ല ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഓഹോ, അങ്ങനെയാണെങ്കിൽ മച്ചു കൺഗ്രാജുലേഷൻസ്, കൈകൊട്.
നീ നോക്കൊന്നും വേണ്ട. നീയും കല്യാണിയും കൂടെ സിംഗപ്പൂർ പോയിട്ട് മടങ്ങുമ്പോ ലവേഴ്സായിട്ടായിരിക്കും തിരിച്ചു വരികയെന്ന് ഞാൻ പറഞ്ഞതിനൊക്കെ ഓർമ്മയുണ്ടായിരിക്കും. പക്ഷേ കല്യാണി കൂടെ വരാത്തോണ്ട് ഞാൻ പ്രവചിച്ച് നടക്കില്ലെന്നാ വിചാരിച്ചത്. പക്ഷേ നീ പോയപ്പോ മുതല് മടങ്ങി വരും വരെ കല്യാണിയുടെ ചിന്തയിലായിരുന്നു. ഇതെല്ലാം കൂടി നോക്കുമ്പോ നിന്റെ മനസ്സിൽ കല്യാണിയോട് ശുദ്ധ പ്രണയമാണെന്ന് എനിക്ക് കൺഫേം ആയി. നിനക്ക് കല്യാണിയോട് മുടിഞ്ഞ പ്രേമാടാ. ഇനി നീ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ് ആ പ്രണയം എന്നോട് മറച്ചു വെക്കരുത്. പോടാ അവിടുന്ന്. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. കല്യാണിക്ക് സിംഗപ്പൂരിൽ വരാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തൊരു വിഷമം, അത്രേ ഉള്ളൂ. ഓ ശരി ശരി ശരി, എല്ലാം ഓക്കെ, ഞാൻ വിശ്വസിച്ചു. പോരെ? ചേച്ചി, ഇപ്പൊ സ്കൂളിൽ എല്ലാരും ഇരുന്ന് പഠിക്കായിരിക്കും. ഞാൻ ഇനി എന്റെ പുസ്തകങ്ങളൊക്കെ എന്താ ചെയ്യണ്ടേ? തൂക്കി വെച്ചാലോ? ദേ, അനാവശ്യമൊന്നും പറയണ്ട. നീ അച്ഛനിവിടെ സ്കൂൾ അന്വേഷിക്കുന്നുണ്ട്. ഒരാഴ്ചക്കൊക്കെ നിനക്ക് സ്കൂളിൽ പോവാം. ഏയ്, ഞാനൊന്നും പോകുന്നില്ല. എനിക്ക് അവിടുത്തെ സ്കൂൾ മതി. എന്റെ കൂട്ടുകാരൊക്കെ അവിടെ ഉള്ളേ. എന്താ രാവിലെ ഒരു സംസാരം? ഏയ്, ഒന്നുമില്ല. ആ, ഞാൻ പോയി ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് നോക്കാം. ബഷീർക്ക പറഞ്ഞത് ഇവിടെ അടുത്തൊരു ഡോക്ടറെ വീട്ടിൽ ഡ്രൈവറെ ആവശ്യമുണ്ടെന്നാ. ആ, പിന്നെ നിങ്ങളധികം പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. പരിചയമില്ലാത്ത സ്ഥലമാണ് ഇത്. അച്ഛാ, ഞാനും എന്തെങ്കിലും ജോലിക്ക് പോവാം. അച്ഛൻ ഒറ്റയ്ക്ക് ഇങ്ങനെ. വേണ്ട, നീ തൽക്കാലം വീട്ടിലിരുന്നാ മതി. ജോലിയൊക്കെ ഞാൻ അന്വേഷിച്ചോളാം. ഞാനിവിടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ജോലിക്ക് പോയാ അച്ഛനതൊരു സഹായാവില്ലേ? ഞാനും കൂടി ജോലി ചെയ്താ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? നീ തന്ന സഹായമൊക്കെ ധാരാളം. ജോലി ചെയ്യാൻ പോയിട്ട് അഖില മാഡത്തിന്റെ വീട്ടിൽ നീ കാണിച്ചു കൂട്ടിയതൊന്നും ഓർമ്മിപ്പിക്കരുത് തന്നെ. അവിടെ നീ മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി വരില്ലായിരുന്നു എനിക്ക്. ഒരു ജോലിക്കാരി വന്നിരിക്കുന്നു. ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ട് അച്ഛൻ ഇങ്ങനെ വഴക്ക് പറയുന്നേ? ഒരാൾ ഇഷ്ടപ്പെടുന്നത് തെറ്റാണോ? വായടക്കടാ. ചെറിയ വായാലും വലിയ വർത്താനം പറയുന്ന തെമ്മാടി. ദേ നോക്ക്, എന്റെ മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ നിന്നെ ആരുടെയും കയ്യിൽ പിടിച്ചു കൊടുക്കണം. അത് മാത്രം ഇപ്പൊ എന്റെ ഏക ലക്ഷ്യം. മതി. എപ്പോ നോക്കിയാലും കല്യാണം കല്യാണം കല്യാണം. അച്ഛൻ ഇതല്ലാതെ വേറൊന്നും പറയാനില്ലേ? എനിക്കിനി കല്യാണം വേണ്ട. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. നീ അങ്ങനെ പലതും പറയും. അതെ, ഏത് രക്ഷാകർത്താക്കളും കല്യാണപ്രായമായ പെൺമക്കളെ കെട്ടിച്ചുവിടും. അവര് ഭർത്താവിന്റെ വീട്ടിൽ പോയി കുട്ടിയും കുടുംബമായിട്ട് സുഖമായിട്ട് കഴിയും. അതാ നാട്ടുകടപ്പ്. നിനക്ക് മാത്രം എന്താ ഇപ്പൊ അത് വേണ്ടാത്ത? എനിക്ക് കുട്ടിയും കുടുംബമൊന്നും വേണ്ട. ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് ജീവിച്ചോളാം. ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാണ്ട്. എങ്ങനെ ജീവിച്ചോളാന്ന് മറുപടി ഇല്ലെങ്കിൽ ഞാൻ പറയാം. തൃശ്ശംബരത്ത് വലിയ കുഞ്ഞിനെ മനസ്സിൽ ധ്യാനിച്ച് ജീവിച്ചോളാം. അതല്ലേ നീ പറഞ്ഞു വരുന്നേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എനിക്കിനി വേറൊരാളെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. പറ്റില്ലേ കള്ളി? ഇനിയൊരു പ്രാവശ്യം കൂടി നീ പറഞ്ഞാ നിന്റെ കഴുത്ത് ഞാൻ അരിച്ചിടും. അവളുടെ ഒരു പ്രേമം. തൃശ്ശംബരത്തെ കുഞ്ഞിന്റെ 7 അയലൊക്കത്ത് നിൽക്കാൻ എന്ത് യോഗ്യതയുണ്ടോ നീ നിനക്ക്? പാല് എന്ന കൈക്കെന്നെ കൊത്താൻ നോക്കുക നീ അല്ലേ? നിന്നെ കാണിച്ചു തരാം. നീ കാരണം ഒരു ആയുസ് മുഴുവൻ നീറി കഴിയുന്നതിനേക്കാൾ നല്ലത് നിന്നെ കൊന്നിട്ട് ജയിലിൽ കിടക്കുന്നതാ. ഇപ്പൊ തന്നെ നിന്നെ ഞാൻ. അയ്യോ അച്ഛാ, വേണ്ട അച്ഛാ. അച്ഛാ വീട്. അച്ഛാ ഒന്നും ചെയ്യില്ല അച്ഛാ. അയ്യോ അച്ഛാ വേണ്ട. ഇതുപോലൊരു മോളുണ്ടെന്ന് പറയുന്നതിനേക്കാൾ അവള് ചത്തു തൊളിഞ്ഞെന്ന് പറഞ്ഞ എനിക്ക് അന്തസ്. അച്ഛാ വേണ്ട.
മോളെ കൊന്നാനെന്നുള്ള പഴി കൂടി കേൾക്കേണ്ടി വരും. അത് ഞാൻ സ്വയം ചെയ്താ ഇതൊന്ന് കാണുകയും കേൾക്കും വേണ്ട. ഇനി മതി എനിക്ക് എന്റെ ജീവിതം. അച്ഛൻ പറയുന്ന ആര് വേണമെങ്കിലും ഞാൻ കേട്ടാം. അച്ഛൻ പറയുന്നത് കേട്ട് നടക്കാൻ ഞാൻ. നീ ഇതൊന്നും കാണുന്നില്ലേ സുധാ? ഇപ്പൊ ഇതാ എന്റെ അവസ്ഥ. എന്നും എല്ലാം അവസാനിപ്പിച്ച് നിന്റെ അടുത്ത് വന്ന് സങ്കടങ്ങളൊക്കെ പറയണം തോന്നും. പക്ഷേ കുഞ്ഞുങ്ങൾ ഒറ്റക്കാവല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ. അമ്മേ, മോനെ, യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു അമ്മേ. നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ കൂടെ ഇല്ലായിരുന്നു എന്നുള്ളൊരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ, അതിപ്പോ കഴിഞ്ഞു പോയില്ലേ. അങ്ങനെ കരുതിയാ മതി. നീ ഡയലോഗ് അടിച്ച് എനിക്ക് അവാർഡ് എടുത്ത് കാണിച്ചു കൊടുക്ക്. അച്ഛാ, അമ്മേ, ഇതാണ് യങ് ഇന്ത്യൻ ബിസിനസ് മാനുള്ള അവാർഡ്. സൗത്ത് ഇന്ത്യയിലെ മികച്ച യങ് ബിസിനസ്മാൻ മിസ്റ്റർ ആനന്ദ് കൃഷ്ണൻ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ് അമ്മേ. കൺഗ്രാറ്റ്സ്. താങ്ക്സ് അച്ഛാ. ഏത് കാര്യത്തിനോടും നീ കാണിക്കുന്ന ആത്മാർത്ഥതയുണ്ടല്ലോ, അതാണ് നിനക്ക് ഈ അവാർഡ് നേടിത്തരുന്നത്. കീപ് ഇറ്റ് അപ്പ്. ആ, പിന്നെ ഇന്നാണ് ടെക്സ്റ്റൈൽ കമ്പനിക്ക് ടെൻഡർ കൊട്ടേഷൻ കൊടുക്കാനുള്ള തീയതി. നീ ഉച്ചയ്ക്കെങ്കിലും ഓഫീസിലെത്തണം. അറിയാ സർ, കൊട്ടേഷൻ റെഡിയാക്കാനും ടെൻഡർ നടക്കുന്ന സ്ഥലത്തെത്തിക്കാനും ഞാൻ വെറ്റി ഏർപ്പാടാക്കിയിട്ടുണ്ട്. നീ രണ്ടാമത്തെ ഷീൽഡ് കൂടി വരെ കാണിച്ചു കൊടുക്കും. ഓ, അമ്മേ, ഇത് കല്യാണിക്ക് കിട്ടിയ അവാർഡാണ്. സൗത്ത് ഇന്ത്യയിലെ മികച്ച ബ്രാൻഡ് അംബാസിഡറിനുള്ള പുരസ്കാരം. പൊന്നാടയുണ്ട്.
സിംഗപ്പൂരിലെ ബിസിനസ് കോറം കല്യാണിയുടെ വീഡിയോ ക്ലിപ്സ് കണ്ട് ആശ്ചര്യപ്പെട്ടുപോയി. കല്യാണിയുടെ പ്രസൻസ് ഇല്ലെങ്കിലും ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ആഡ് ചെയ്യുന്ന സമയത്തുള്ള കല്യാണിയുടെ സ്പീച്ച് കേട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അമ്മ ഇപ്പൊ തന്നെ കല്യാണിയെ വിളിച്ച് അമ്മയുടെ കൈകൊണ്ട് തന്നെ ഈ ഷീൽഡ് കൊടുത്ത് പൊന്നാട അണിയിച്ച് അവളെ അനുമോദിക്കണം. പാവത്തിന് അങ്ങനെയെങ്കിലും ഒരു സന്തോഷമായിക്കോട്ടെ. ചേടാ, അത് കൊള്ളാം. അവളെ ഇപ്പൊ അനുമോദിക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. നന്ദി കെട്ട ജന്മം. ആ നന്ദികേട് കൊണ്ടാ ഈ കുടുംബത്തിന് മുഴുവൻ അപമാനം ഉണ്ടാക്കി വെക്കുന്ന രീതിയിൽ ആരോടും പറയാതെ അവളും തന്തയും കൂടി ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കല്യാണി ദാസേട്ടനെ ഇറങ്ങിപ്പോയെന്നോ? എങ്ങോട്ട്? എന്താ നിങ്ങളാരും ഒന്നും മിണ്ടാത്തത്? ബ്രോ എത്തിയല്ലേ? അമ്മ, റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു. അവിടെയൊന്നും ദാസേട്ടനറിയാത്ത ഒരു ഓട്ടോക്കാരും ടാക്സിക്കാരും ഇല്ല. പക്ഷെ അവരാരും ദാസേട്ടനെയും കല്യാണിയും കണ്ടിട്ടില്ലെന്നാ പറയുന്നത്. അരവിന്ദ്, എന്താ സംഭവം? ഇവരാരും ഒന്നും പറയുന്നില്ല. ദാസേട്ടനും കല്യാണി എവിടെ പോയത്? മിനിഞ്ഞാന്ന് രാത്രി ആരോടും പറയാതെ ദാസേട്ടനും കല്യാണി അനിയൻകുട്ടനും കൂടി എവിടേക്കോ ഇറങ്ങിപ്പോയി. ആരോടും പറയാതെ പോയോ? വാട്ട് ഡു യു മീൻ? ഒരു മിനിറ്റ്. ബെസ്റ്റ് ആയിട്ടുണ്ട്. വേൾഡ് കപ്പ് ഫൈനൽ കാണുന്നത് പോലെ ഓരോന്നിന്റെ മുഖം കണ്ട. ഞങ്ങള് ദാസേട്ടന്റെ കൂട്ടുകാരൻ ഒരു ഓട്ടോ ഡ്രൈവർ റഷീദിക്കെ കൊണ്ട് നാട്ടിലൊരു ബന്ധുവിനെ വിളിപ്പിച്ചു. പക്ഷെ അവരാരും നാട്ടിൽ ചെന്നിട്ടില്ലെന്നാ ആ ബന്ധു പറഞ്ഞത്. നാട്ടിൽ ചെല്ലാതെ പിന്നെ എവിടെ പോവാൻ? അച്ഛാ, സത്യം പറയാം, എന്തൊരു ദാസേട്ടന് എന്തിനാ അവര് നാട് വിട്ടു പോയത്? സോറി മോനെ, എത്ര ആലോചിച്ചിട്ടും ഞങ്ങൾക്കും അത് മനസ്സിലാകുന്നില്ല. 25 വർഷത്തെ വിശ്വാസമാണ് ഈ ഒരൊറ്റ രാത്രി കൊണ്ട് ആരോടും ഒന്നും പറയാൻ നിൽക്കാതെ പടിയിറങ്ങിപ്പോയത്. ഇളയമേ, ഇളയമേ എന്തെങ്കിലും? ചേടാ, ഇതിപ്പോ വീണ്ടും എന്റെ നേരെ ആയല്ലോ. എന്റെ ആനന്ദേ, നിന്നെ പോലെ ചേച്ചി നേരത്തെ എന്നെ സംശയിച്ചതാ. ഇപ്പൊ നിനക്കും തുടങ്ങിയോ എന്നെ സംശയം? എന്നാലേ കാതു തുറന്ന് കേട്ടോ, ആ ദാസേട്ടനും മക്കളും ഇവിടുന്ന് പോയതും ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ദേ, ഞാൻ എന്റെ മക്കളെ കൊണ്ട് കുറച്ചു മുമ്പ് ചേച്ചിക്ക് അങ്ങോട്ട് സത്യം ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. നേരായിട്ടും ഈ ഇളയമ്മയ്ക്ക് അതിലൊരു പങ്കും ഇല്ല മോനെ. നീ ഇതിലെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക് പ്ലീസ്. അമ്മേ, എന്തൊക്കെയാ അമ്മേ ഇത്? പാവപ്പെട്ട പെൺകുട്ടികളെ എങ്ങനെ മുൻനിരയിലേക്ക് വരണമെന്ന്, കല്യാണിയുടെ ജീവിതം കണ്ട് പഠിക്കണമെന്ന് സിംഗപ്പൂരിൽ പ്രസംഗിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നത്.
ഇതങ്ങനെ വിടാൻ പറ്റില്ല. എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണ് അവർ പോയതെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വെക്കായിരുന്നു. പക്ഷേ ഒരു കാരണമില്ലാതെ ദാസേട്ടനും കല്യാണി ഒരു രാത്രിയിൽ അപ്രത്യക്ഷമാവെന്ന് വെച്ചാ അതിന്റെ പഴി നമുക്ക്. അത് അനുവദിക്കാൻ പറ്റില്ല. അവരെവിടെ ഉണ്ടെങ്കിലും ഞാൻ തേടി കണ്ടെത്തിക്കൊണ്ടുവരും.